ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ടൂറായിട്ടാണ്. പക്ഷേ ഇത് ടൂറല്ല, എൻ്റെ അമ്മാമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ വന്നേക്കുവാണ്. ചേച്ചിക്ക് വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ നല്ല കാണാനൊരു അടിപൊളി സ്ഥലമാണിത്. അഞ്ചൽ ചണ്ണപ്പട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഫുള്ള് എണ്ണപ്പനയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കുറേ എണ്ണപ്പനയാണ്. ഇവിടെ കാടും എണ്ണപ്പനയും മാത്രമേ ഉള്ളൂ, അല്ലാതെ തെങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാണ്. ഇവിടെ എണ്ണപ്പനയുടെ എണ്ണ ഉണ്ടാക്കുന്ന ഫാക്ടറിയൊക്കെ ഉണ്ട്. ആ കാ പറിച്ചിട്ട് താഴോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഫുൾ കാട് പിടിച്ച് കിടക്കണം. അവിടെ മൊത്തം എണ്ണപ്പനയൊക്കെയാണ്. അവിടെ പിന്നെ ഫുൾ കാട് പിടിച്ച് പാമ്പും ഒക്കെ ഉണ്ട്. താഴെ വെള്ളമൊക്കെ ഉള്ള സ്ഥലമുണ്ട്. വെള്ളമുള്ളതെന്ന് വെച്ചാൽ അരുവികളൊക്കെ ഉണ്ട്. ഇതാണ് വീട്. ഇവിടെ ഫ്രണ്ടിൽ കുറേ ഗാർഡനും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ കുറേ മൃഗങ്ങളുണ്ട്. ആടുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, കോഴിയുണ്ട്. അപ്പോൾ ഞാനിപ്പം ആടിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ ആടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ വീഡിയോ വോയിസ് ഓവർ ചെയ്യാനായിട്ട് മെയിനായിട്ടുള്ള കാരണം, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം നമ്മൾ പറയുന്ന ശബ്ദത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഫുൾ ആടിൻ്റെയും പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ ശബ്ദമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേൾക്കുന്നതൊന്നും നിങ്ങൾക്ക് കേൾക്കാനൊക്കത്തില്ല, പറയുന്നതൊന്നും നിങ്ങൾക്ക് കേൾക്കാനൊക്കത്തില്ല. അപ്പോൾ ഇവിടെ 2 പട്ടിയൊക്കെ ഉണ്ട്. ഞാൻ വന്നപ്പോൾ രണ്ടുപേരും ഭയങ്കര കുരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ കോഴിയുണ്ട്, പൂച്ചയുണ്ട്, ഒക്കെയുണ്ട്. 2 പൂച്ചയുണ്ട്, കുറേ കോഴിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ താഴെ ഇവർക്കൊരു ഫിഷ് ഫാം ഉണ്ട്. പിന്നെ ഈ പട്ടി എന്നിട്ട് ഭയങ്കരമായിട്ട് കൂട്ടായി ഗൈസ്. ഞാൻ വന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നെങ്കിലും എന്നോട്ട് കൂട്ടായി. ഇപ്പം നമ്മൾ മീൻ ഉള്ളിടത്തോട്ട് പോവുകയാണ്. 2 കുളമാണ് ഇവിടെ ഉള്ളത്. അപ്പോഴും പോകുന്ന വഴിക്കൊക്കെ കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ ഒന്നും കൊത്ത് കിട്ടാതെ പെട്ടെന്ന് നമ്മൾ പോകണം. അപ്പോഴും ഇവിടുത്തെ അപ്പാപ്പൻ മീനെ പിടിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ്. ഇത് ആഴമില്ലാത്ത സ്ഥലമാണ്. 2ാമത്തെ കുളം ഭയങ്കര ആഴമാണ്. അപ്പോൾ ഇവിടെ കൊച്ചു കൊച്ചു മീനുകളെയൊക്കെ കൊണ്ടിടും. ഇവിടെ നല്ല ആഴമായതുകൊണ്ട് ഇവിടുന്ന് മീനെ പുറത്തുനിന്ന് ആളെ വിളിച്ച് മറ്റേ ചെറിയ കുളത്തിലോട്ടിടും. ഇവിടെ ഇപ്പോൾ മീനെയൊന്നും കാണുന്നില്ലെങ്കിലും ഇവിടെ താഴെയൊക്കെ കുറേ മീനുണ്ട്. അപ്പോൾ ചെറിയ കുളത്തിൽ നിന്ന് അപ്പാപ്പൻ ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഒരു ബക്കറ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അപ്പാപ്പൻ ഒരു മീനെ അത് പിടയ്ക്കുന്നതുകൊണ്ട് ഇച്ചിരി നേരം എടുക്കും. അപ്പം അപ്പാപ്പൻ ഒരു മീനെ എടുത്ത് ബക്കറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം തെറിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ദൂരെ നിന്ന് സൂം ചെയ്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മീനെ ഒരെണ്ണത്തെ പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മീനെയൊക്കെ പിടിച്ചിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മൾ മീനെയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ പുറത്ത് തന്നെ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തു. നല്ല രസമാണ് കാണാൻ വേണ്ടി. പോകുന്ന വഴിക്ക് കുറേ കാണാൻ നല്ല രസമുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ കാണിച്ചു തരാം. നമ്മൾ അതുവഴിയാണ് വന്നത്. താഴോട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, വെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ പോകാനൊക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ പോയേനെ. എന്നിട്ട് അപ്പോൾ ഇവിടെ കുറേ റബ്ബറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു കോഴി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അധികം, എനിക്ക് പേടിയാണ്. പിന്നെ ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ സീനറി, അടിപൊളിയാണ്. പിന്നെ ഇവിടെ കാണാനായിട്ട് അടിപൊളിയാണ്. പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പപ്പയുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഇതാണ്. അവിടെ കൃഷിയൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മളപ്പോൾ ചണ്ണപ്പട്ടയുടെ അവിടെ നിന്ന് ഇറങ്ങി, ആ എണ്ണപ്പനയുടെ ഫാക്ടറിയുടെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ കാണാൻ വേണ്ടിയിട്ടും അടിപൊളിയാണ്. ഇവിടെ ഫുള്ള് ഫാമല്ല, ഈ കൃഷിയൊക്കെയാണ്. വയൽ, തെങ്ങ്, ചീനി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. വാഴ, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ ഒരു കയറ്റമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ താഴെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതാണ് വീട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും